ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്വാസകോശത്തിൽ നിന്ന് ബ്ലഡ് വരുന്നു, എന്നിട്ട് ഹൃദയത്തിന്റെ ഇടത്ത് ഭാഗത്തുള്ള മുകളിലെ അറ, എന്താ അറയുടെ പേര്? അതിന്റെ പേരെന്താ എന്ന് പറഞ്ഞേ? ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് ഏട്രിയം അല്ലെ? എന്നിട്ട് അത് ഈ രണ്ട് ഇതളുകൾക്കിടയിലൂടെ താഴത്തെ അറയിലേക്ക് വരുന്നു. താഴത്തെ അറയുടെ പേരെന്താ? ലെഫ്റ്റ് വെൻട്രിക്കിൾ. എന്നിട്ട് ഒരു കുഴലിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ആ കുഴല് വീണ്ടും പിരിഞ്ഞ് പിരിഞ്ഞ് ചെറിയ കുഴലുകളാകുന്നു, വീണ്ടും അത് പിരിഞ്ഞ് ചെറിയ കുഴലുകളാകുന്നു. ആ കുഴലുകൾ യോജിച്ച് വീണ്ടും ഇതേപോലെ ചെറിയ കുഴലുകളും അതിനേക്കാൾ വലിയ കുഴലും പിന്നെ ഒറ്റ കുഴലുമായിട്ട് മാറുന്നു. ആ കുഴലിലൂടെ വീണ്ടും ഹൃദയത്തിന്റെ വലതുഭാഗത്തുള്ള അറയിലേക്ക് എത്തുന്നു. എന്താണ് അറയുടെ പേര്? വലതുഭാഗത്ത് റൈറ്റ് ഏട്രിയം. ഓക്കെ, റൈറ്റ് ഏട്രിയം. അവിടെ നിന്ന് ഈ മൂന്ന് ഇതളുകൾക്കിടയിലൂടെ എവിടേക്ക് പോകുന്നു? താഴത്തറയിലേക്ക് പോകുന്നു. റൈറ്റ് എന്താ? വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ. എന്നിട്ട് അത് മറ്റൊരു കുഴലിലൂടെ വീണ്ടും എവിടേക്ക് പോകുന്നു? ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, പറഞ്ഞത് കേൾക്കണ്ട? അപ്പോ ഈ രണ്ട് കുഴലുകൾ മുകളിലോട്ട് പോണത് തലയിലേക്കും, തലയിൽ നിന്ന് വരുന്ന കുഴലാണിത് എന്ന് പറഞ്ഞു. അപ്പൊ ഇനി വീണ്ടും അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകണം കേട്ടോ. ഓക്കെ, അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു ഇത് ഇരട്ടപ്പമ്പാണെന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗം ഒരു പമ്പാണെങ്കിൽ വലത്തെ ഭാഗം മറ്റൊരു പമ്പാണ്. ഹൃദയത്തിന്റെ ഇടത്തെ ഭാഗത്തേക്ക് ബ്ലഡ് വരുന്നത് ശ്വാസകോശത്തിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും, അല്ലെ? അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ വലത്തെ ഭാഗത്ത് അങ്ങനെയല്ല. ബ്ലഡ് വരുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്. എന്നിട്ട് പോകുന്നത് എവിടേക്കാ? പോകുന്നത് എവിടേക്കാ? പറയൂ പറയൂ. ലങ്സിലേക്ക്. അത് പറയൂ, ഉറക്കെ പറയും. ലങ്സിലേക്ക്. ശബ്ദം കുറവുണ്ടോ? ശബ്ദമൊക്കെ ഉണ്ടല്ലോ. ലങ്സിലേക്ക്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഹൃദയത്തിലേക്ക് രക്തം വരുന്ന കുഴലാണ് ഇതാ ഒരു കുഴൽ ഇത്. പിന്നെ വേറെ ഏതാ ഹൃദയത്തിലേക്ക് രക്തം വരുന്ന കുഴല്? ഹൃദയത്തിലേക്ക് രക്തം വരുന്ന കുഴലുകൾ മാത്രം വലത് സൈഡിൽ. ഏതാ? ഇതല്ലേ? അപ്പോ ഇതാ ഒരു കുഴല്, ഇതാ ഇത് വരുന്ന കുഴലേട്ട, രക്തം വരുന്ന കുഴൽ. നോക്കുക, ഈ കുഴലിനെ നമ്മള് മലയാളത്തില് ധമനി, സിര എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക മലയാളത്തില്? സിര. ഇംഗ്ലീഷില് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഞാൻ പറയാം. നോക്കുക, ഇംഗ്ലീഷില് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്, ഒരു മിനിറ്റ്, വെയിൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ പറയാം. ഒരു മിനിറ്റ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഞാൻ പറയണത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. പഠിക്കണം കേട്ടോ നമ്മള്. നിങ്ങളിത് കേട്ടിട്ട് നമ്മൾ പരീക്ഷ ഇനിയുള്ള ദിവസങ്ങളിൽ പരീക്ഷ നടത്തേണ്ടത് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് നടത്താന്ന് വിചാരിച്ചു നടക്കുന്നത് വേണ്ട. അപ്പോ ഒരു മിനിറ്റ്.
നുക ഹൃദയത്തിലേക്ക് രക്തം വരുന്ന കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? വെയിൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. എന്താണ് അതിനെ വിളിക്കുന്ന പേര്? വെയിൻ. ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സിര. ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്ന പേര് വെയിൻ. അപ്പോ ഇത് സിരയാണ്. അതേപോലെ ഇതും എന്താണ്? സിര അഥവാ എന്താകുന്നു? വെയിൻ അല്ലെ? സംശയമില്ലല്ലോ. അതേസമയം ഇതാ ഇതും ബ്ലഡ് ഒഴുകുന്ന കുഴലാണ്. ഇത് വെയിൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഈ കുഴലിനെ വിളിക്കാൻ പറ്റുമോ? ഈ കുഴലും ബ്ലഡ് ഒഴുകുന്ന കുഴലാണ്. ഈ കുഴലും ഈ കുഴലും. ഇത് വെയിൻ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്താണ് വെയിന്റെ പ്രത്യേകത? വണ്ണം കുറഞ്ഞിട്ട്, അതാണോ അതിന്റെ പ്രത്യേകത? വെയിന്റെ പ്രത്യേകത? ഹൃദയത്തിലേക്ക് ബ്ലഡ് വരുന്ന കുഴലിനെ വിളിക്കുന്ന പേരാണ് വെയിൻ. ഹൃദയത്തിലേക്ക് വരുന്നത്, അതായത് ഇവിടെ ഹൃദയത്തിലേക്ക് ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന വെയിൻ, ഇവിടെ ഹൃദയത്തിലേക്ക് അവയവങ്ങളിൽ നിന്ന് വരുന്ന വെയിൻ. അതാണ് വ്യത്യാസം. അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തും കണ്ട ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുന്നുണ്ട്. ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുന്ന കുഴലുകൾ വെയിൻ എന്നറിയപ്പെടുന്നു. ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുന്ന കുഴലുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വെയിൻ. അപ്പോ ഏട്രിയത്തിലേക്ക് വരുന്ന ബ്ലഡ് ഈ ഇതളുകൾക്കുള്ളിലൂടെ താഴത്ത് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. പിന്നെ വെൻട്രിക്കിളിൽ നിന്ന് അത് ഹൃദയത്തിന്റെ പുറത്തേക്കല്ലേ പോണത്? അതെ. അപ്പൊ ഹൃദയത്തിന്റെ പുറത്തേക്ക് പോകുന്ന കുഴലിനെയോ അതിനൊരു പേരുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നുക ധമനി എന്ന. മലയാളത്തിൽ വിളിക്കുന്ന പേരെന്താ? ധമനി. എന്തിനാ വിളിക്കുന്ന പേര്? ധമനി അഥവാ എന്താ? ഏട്രിയം അല്ല, സോറി അല്ലെ, എന്താണ് വിളിക്കുന്ന പേര്? ധമനി അഥവാ ആർട്ടറി എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്തായാലും വിളിക്കുന്ന പേര് ആർട്ടറി. അപ്പോ ഇതാ ഇത് ആർട്ടറിയാണ്. അതേപോലെ ഇടത്തെ ഭാഗത്തുണ്ട് ആർട്ടറി. ഏതാണ് ആർട്ടറി? ഏതാ ആർട്ടറി? ഇതാ ഇതിലൂടെ ബോർഡ് കാണാല്ലേ അല്ലെ? ഒരു മിനിറ്റ്. ഏതാണ് ആർട്ടറി? ഇതാ ഇടത്തെ ഭാഗത്ത് കൂടെ ഇതാ ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ? അല്ലേ? എന്താ പറയാ നമ്മളത്? അത് എന്ന് വിളിക്കാൻ നമുക്ക് അതൊരു ആർട്ടറിയാണ് അല്ലെ? ആർട്ടറി അഥവാ എന്ന് പറയാ നമുക്ക് ധമനി. ശരിയല്ലേ? ഓക്കെ. അപ്പോ ആ ധമനികളും വെയിനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ധമനി, വെയിൻ രണ്ടും രക്തം ഒഴുകുന്ന കുഴലാണ്. അപ്പൊ എന്തിനാ അതിന് രണ്ട് പേര് എന്ന് ചോദിച്ചാൽ, ധമനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കുഴലാണ്. ധമനി എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കണം. വെയിൻ എന്ന് പറഞ്ഞാലോ ഹൃദയത്തിനകത്തേക്ക് ബ്ലഡ് വരുന്ന കുഴലാണ്. ഏത്? ഏതാ? വെയിൻ അഥവാ സിര. അപ്പൊ രണ്ടും ബ്ലഡ് ഒഴുകുന്ന കുഴൽ തന്നെയാണ്. പക്ഷെ രണ്ടിനെയും വിളിക്കുന്നത് ഒരു പേരിലല്ല. രണ്ടിന്റെയും പേര് വ്യത്യസ്തമാണ്. അതെന്തുകൊണ്ട് വ്യത്യസ്തമായും ചോദിച്ചാൽ രക്തം ഒഴുകുന്നതിന്റെ ദിശ മാറിയത് കൊണ്ടാണ് വ്യത്യസ്തമായത്. ഒന്നിന്റെ ദിശ ഏതിലാ? ധമനിയുടെ ദിശ എവിടേക്കാ? ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക്. സിരയുടെ ദിശയോ? ഹൃദയത്തിലേക്ക്. അതാണ് വ്യത്യാസം. അപ്പോ ഈ സിരകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. നോക്കിയേ, സിര എന്ന് പറയുന്നത് ദാ ഇവിടെ ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരുന്ന സിര. അതായത് സിരയും ധമനിയും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം, ഒരു സിര എന്ന് പറയുന്നത്
ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണെങ്കിൽ മറ്റൊരു സിര എന്ന് പറയുന്നത് എന്താണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. അതേപോലെ ധമനി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ധമനി എന്താണ് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണെങ്കിൽ മറ്റൊരു ധമനി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് എന്താണ് ശ്വാസകോശത്തിലേക്കാണ്. ശരിയല്ലേ? അതായത് ഇവിടെ ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു സിരയുമുണ്ട്, ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഒരു ധമനിയുമുണ്ട്. പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കും. ഇത് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു സിരയുണ്ട്, അതേപോലെ ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഒരു ധമനിയുമുണ്ട്. അപ്പോ ഈ സിരയെയും ഈ ധമനിയെയും പ്രത്യേകം നമ്മളൊരു പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. അതായത് ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന സിരയെ നമ്മൾ വിളിക്കുന്ന പേര് ശ്വാസകോശ സിര എന്ന്. എന്താ വിളിക്കുന്ന പേര്? സിര. അതായത് മലയാളത്തില്, ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന പേര് പൾമണറി. എന്താ വിളിക്കുന്ന പേര്? പൾമണറി വെയിൻ എന്നാണ്. അപ്പോ ധമനിനെ എന്തായിരിക്കും വിളിക്കുന്നുണ്ടാവുക? ശ്വാസകോശത്തിൽ നിന്ന് പോകുന്ന എന്താ വിളിക്കുന്ന ധമനീനെ, അതായത് ആർട്ടറീനെ വിളിക്കുക കോശ ധമനി അഥവാ പൾമണറി ആർട്ടറി. മനസ്സിലായി? വ്യത്യാസം മനസ്സിലായി? പൾമണറി എന്ന് പറഞ്ഞാൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. പൾസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഓക്കെ, ഇനി ഇതേപോലെ അപ്പൊ നമ്മൾ ഒരു സിര ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ്, ആ സിരയ്ക്ക് പ്രത്യേക നമ്മൾ പേര് നൽകി. അതേപോലെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ധമനി അഥവാ ആർട്ടറിക്കും നമ്മൾ പ്രത്യേക പേര് നൽകി. അപ്പോ നോക്കൂ, ഇനി രണ്ട് ആർട്ടറി കൂടി ഉണ്ട് അല്ലേ ഇവിടെ? സോറി, രണ്ട് ആർട്ടറി അല്ല, ഒരു ആർട്ടറിയും ഒരു വെയിനും കൂടി ഉണ്ട്. ഏതാ ആർട്ടറി? ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആർട്ടറി അല്ലേ? ശരിയല്ലേ? നമ്മള് രക്തം പോകുന്ന കുഴലുകളെ കുറിച്ചിട്ടാ പറയണത് കേട്ടോ. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ധമനി. നോക്കൂ, ഈ ധമനി ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ വളരെ വലിയ കുഴലാണത്, നല്ല വണ്ണമുള്ള കുഴലാത്, കേൾക്കണ്ട? എന്നിട്ട് ഈ കുഴല് ഇവിടെ എത്തിയപ്പോ രണ്ടായിട്ട് പിരിഞ്ഞു, മുകളിലേക്കും പോയി, പിന്നെയോ പറയൂ, എവിടേക്കൊക്കെയാ പോയത് രണ്ടായിട്ട് പിരിഞ്ഞത്? കേക്കാലിയ? കട്ടായ? കേക്കുന്നില്ലേ ഒന്നും? അപ്പൊ ഒന്ന് പറയത്. ഞാൻ നിങ്ങൾ മൂളിയാണതിനനുസരിച്ച് ഞാൻ പറയുള്ളൂട്ടാ. നിങ്ങൾ മിണ്ടാണ്ടിരുന്നാ ഞാനും മിണ്ടാണ്ടിരിക്കും. ചോദിക്കുമ്പോ ഉത്തരം പറഞ്ഞോളൂ. നോക്ക്, ഈ ആർട്ടറി രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞു. ഒരു ഭാഗം എവിടേക്കാ പോയത്? ആർട്ടറി അഥവാ ധമനി രണ്ട് ഭാഗമായി തിരിഞ്ഞു. ഒരു ഭാഗം എവിടേക്ക് പോയി? അത് അങ്ങോട്ട് പറയ്, ആശ്വിയ തന്നെ പറയണല്ലോ. വേറെ ആൾക്കാര് മറ്റേ ദേവികയും പിന്നെ എന്താണ് അഭിജിത്തും നെൽവിനും ഒക്കെ മിണ്ടാമുനിയോളായിട്ട് ഇരിക്കിയിട്ട് അവിടെ മിണ്ടാമുനിയോളായിട്ടിരുന്നോളാം, മിണ്ടരുത് കേട്ടാ. ഗൗതമ് തീരെ മിണ്ടരുത്. ഗൗതമ് ഇന്നലെ വന്നിട്ടില്ലല്ലോ. സ്പർശൊന്നും മിണ്ടരുത് കേട്ടാ, മിണ്ടാണ്ടിരുന്നോളാം അവിടെ. അതൊന്ന് ഓൺ ചെയ്ത് വെച്ച് വല്ലോടത്തിരിക്കും പോയാ. എന്നാ പറയാ അങ്ങോട്ട് ചോദിക്കണേന്. ചോദിക്കുമ്പോ പറഞ്ഞോളോ.
ഒന്ന് മുകളിലേക്ക് പോയി, ഒന്ന് താഴേക്ക് പോയി. മുകളിലേക്ക് പോയത് എവിടേക്കാ സ്പർശേ? താഴേക്ക് പോയതോ നമ്മുടെ ഡിഫറെന്റ് പാർട്ട് ഓഫ് ബോഡി പാർട്ട്. അപ്പോ ഇത് പുറപ്പെടുന്ന സമയത്ത് നല്ല വണ്ണമുള്ള കുഴല, എന്നിട്ട് മുകളിലോട്ടും താഴത്തോട്ടും പോയിട്ട് ഇങ്ങനെ ഇത് നമ്മൾ പഠിച്ചു ഓരോ സെല്ലിലേക്കും ആണ് ഈ ബ്ലഡ് എത്തിക്കുകയാണ് ഇതിന്റെ പണി. അങ്ങനെ പോകുമ്പോ ആദ്യം ഈ ധമനി ഒന്ന് വണ്ണം, അതായത് വീണ്ടും ചെറിയ കുഴലുകളായിട്ട് മാറും. കേട്ടോ? അപ്പോ ആദ്യം ധമനി അഥവാ ആർട്ടറി എന്ന് പറഞ്ഞ നല്ല വണ്ണമുള്ള കുഴലായിരുന്നു. അത് വീണ്ടും ഒന്ന് വണ്ണം കുറഞ്ഞിട്ടുള്ള ആർട്ടറികളായിട്ട് മാറും, ധമനികളായിട്ട് മാറും. വീണ്ടും അത് സെല്ലുകളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി വീണ്ടും അത് വണ്ണം കുറയും. അപ്പോ സെല്ലുകിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വളരെ വണ്ണം കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് പോവുക. അപ്പൊ നമ്മൾ അതിനെ ധമനി അഥവാ ആർട്ടറി എന്നല്ല വിളിക്കുക. അതിന് വേറൊരു പേരാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ പേര് എന്താ പേര് എന്ന് പറയാൻ പറ്റൂ? അല്ല, കാപ്പിലറീസ്. അതാണ് അതിന്റെ പേര്. എന്താണ്? കാപ്പിലറീസ്. അപ്പൊ കണ്ടാ, നിങ്ങൾ പറയണം. ഇങ്ങോട്ട് പറയുമ്പോ തെറ്റായാലും കുഴപ്പമില്ല, പറയണം കേട്ടാ. നോക്കുക, കാപ്പിലറീസ്. അങ്ങനെ ആ കാപ്പിലറീസ് ഓരോ സെല്ലിന്റെ അടുത്ത് കൂടെ പോയിട്ട് ബ്ലഡിലുള്ള പോഷകങ്ങളും അതേപോലെ എന്താണ് ഓക്സിജനും, ഇവിടെ ഹൃദയത്തിൽ നിന്ന് പോകുന്നതാവുമ്പോ അതിലുണ്ടായിരിക്കുക മെയിൻ ആയിട്ടുണ്ടായിരിക്കുക ഓക്സിജനാണ്. ഓക്സിജൻ എല്ലാവർക്കും ഇതിനെ കൊടുത്ത് അവസാനം ഈ കാപ്പിലറീസ് വീണ്ടും ചെറിയ കുഴലുകളായിട്ട് മാറും. കൂടിച്ചേർന്ന് ചെറിയ കുഴലുകൾ, ആ ചെറിയ കുഴലുകൾ വീണ്ടും കൂടിച്ചേർന്ന് വലിയ കുഴലായിട്ട് മാറും. ആ വലിയ കുഴലാണ് ഈ കുഴൽ. ഏതാണ് ഈ കുഴൽ? കാണാല്ലേ ഇവിടെ ചിത്രത്തില്? എന്താ ഈ കുഴലിന്റെ പേരെന്താ? വെയിൻ അഥവാ സിര അല്ലേ? സിര, അതായത് കാപ്പിലറീസ് കൂടിച്ചേർന്നിട്ട് ഉണ്ടാകുന്നത് ചെറിയ സിരകൾ. ആ ചെറിയ സിരകൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് വലിയ സിര. ഈ വലിയ സിര അഥവാ വലിയ വെയിൻ. അപ്പോ ഇവിടെ ആദ്യം ഉണ്ടാകുന്ന ധമനി പിരിഞ്ഞ് ചെറിയ ധമനികളാകുന്നു. ചെറിയ ധമനികൾ പിരിഞ്ഞ് വീണ്ടും ആർട്ടറികളാകുന്നു. കാപ്പിലറീസ് ആകുന്നു. കാപ്പിലറീസ് വീണ്ടും കൂടിച്ചേർന്ന് ചെറിയ സിരകളാകുന്നു. ചെറിയ സിരകൾ വീണ്ടും കൂടിച്ചേർന്ന് വലിയ സിരയാകുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഈ പുറപ്പെടുന്ന സമയത്തുള്ള ആർട്ടറി, ആ ആർട്ടറിനെ നമ്മൾ വിളിക്കുക, ശ്രദ്ധിക്കുക, വലിയ ആർട്ടറി അല്ലേ അത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുക മഹാധമനി എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. മലയാളത്തിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താ? മഹാധമനി. ഇനി ഇംഗ്ലീഷില് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് എന്താ? മഹാധമനി അഥവാ ആർട്ടറി എന്നല്ല, നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അയോർട്ട. അതിനെ വിളിക്കുന്ന പേരെന്താ? അയോർട്ട. ശ്രദ്ധിക്കുക, അയോർട്ട അഥവാ അതെന്താകുന്നു? ബിഗ് ആർട്ടറി. തൽക്കാലം ഞാൻ അങ്ങനെ എഴുതി, ബിഗ് ആർട്ടറി ബ്രാക്കറ്റ് കൊടുത്തു. വലിയ ആർട്ടറി ആണ് ഇത്, ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആർട്ടറി ആണ് ഇത് അയോർട്ട. ബിഗ്ഗസ്റ്റ് ആർട്ടറി ആണ് അയോർട്ട. അയോർട്ട. ഓക്കെ. അപ്പോ ധമനി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അത് മഹാധമനിയാണ്. അതായത് അതിന്റെ പേര് ഇംഗ്ലീഷിൽ അയോർട്ട എന്നാണ്. ഇനി അത് പിരിഞ്ഞ് ചെറിയ കുഴലുകളായിട്ട് മാറുന്നു. ചെറിയ കുഴലുകളായിട്ട് മാറുമ്പോൾ കാപ്പിലറീസ് ആയിട്ട് മാറുന്നു. കാപ്പിലറീസ് കൂടി ചേർന്നിട്ട് എന്താകുന്നു? വെയിൻ ആയിട്ട് മാറും. വെയിൻ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിൻ രണ്ട് ഭാഗത്തുനിന്ന് വെയിൻ വരുന്നുണ്ട്. മുകളിൽ നിന്ന് വെയിൻ വരുന്നുണ്ട്, താഴത്തുനിന്ന് വെയിൻ വരും, ഇല്ലേ? അല്ലേ? മുകളിൽ നിന്ന് വരുന്ന വെയിൻ, അതായത് ശ്രദ്ധിക്കുക, ഇവിടെ വെയിൻ എന്ന് പറയുന്നത് ഏത് വെയിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാപ്പിലറീസ് കൂടിച്ചേർന്ന് ചെറിയ വെയിനുകളാകുന്നു. ആ ചെറിയ വെയിനുകൾ കൂടിച്ചേർന്ന് വലിയ വെയിനാകും. അപ്പോ വലിയ വെയിനെയും ഈ വലിയ വെയിനെയും ഇവിടെ ഒരു പേര് വ്യത്യാസമുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് ബെനക്കാവ എന്നാണ്. എന്താണ് വലിയ വെയിന്റെ പേരെന്താ? ബെനക്കാവ. അതായത് മലയാളത്തില് മഹാസിര. എന്താ പേര്? ബെനക്കാവ അഥവാ മഹാസിര. എന്തായാലും പറയുന്ന പേര്
മഹാസിര. ജെറിൻ കേൾക്കണ്ട? ജെറിൻ 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 റെജിൻ. എന്നാ ഞാൻ മറ്റേ ഈ പേരാണ് വായിക്കുന്നത് കേട്ടാ. ഇമെയിൽ ഐഡിയിലത്തെ പേരാണ് വായിക്കണത് കേട്ടാ. അപ്പൊ പറഞ്ഞോളൂ. സാരില്ല സാരില്ല സാരില്ല. ഞാൻ വിളിക്കുമ്പോ ആളെ മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞോളൂ കേട്ടാ. അപ്പോ മഹാസിര അഥവാ വെനക്കാവ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. ഇനി ധമനിയെയും അപ്പൊ ഇത് രണ്ട് താരതമ്യം ചെയ്ത് പറയണത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണത്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ധമനിയെയും സിരയെയും ഒന്നും കൂടി നമ്മളൊന്ന് പറയുമ്പോ നോക്കാം. ഇതിൽ ഈ സിര തന്നെ, സിരേനെ പ്രത്യേകം അവര് വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാ രണ്ടെണ്ണം? ഒന്ന് മുകളിൽ നിന്ന് വരുന്ന സിര, ഒന്ന് അടിയിൽ നിന്ന് വരുന്ന സിര. മുകളിൽ നിന്ന് വരുന്ന സിരേനെ അവര് പറയുന്ന പേര് സുപ്പീരിയർ വെനക്കാവ എന്നാണ്. എന്താണ്? എവിടുന്ന് വരുന്നതാ? തലേന്ന് വരുന്നതായതുകൊണ്ടാണ് സുപ്പീരിയർ വെനക്കാവ. അതായത് ഊർധ്വ മഹാസിര, ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നർത്ഥം. ഊർധ്വ മഹാസിര എന്താ മലയാളത്തിൽ എങ്ങനെ പറയും നമ്മള്? അടിയിന്ന് വരുന്നതിന് എന്താ വിളിക്കുക? ഇൻഫീരിയർ വെനക്കാവ. അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായ? ഇൻഫീരിയർ വെനക്കാവ അഥവാ അധോ മഹാസിര. അധോ മഹാസിര, അധോ ലോകം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അധോ മഹാസിര മലയാളത്തിൽ. ഓക്കെ. അപ്പോ ഹൃദയത്തിന്റെ ഏതാണ്ട് ഭാഗങ്ങളൊക്കെ എത്തിയിട്ടാ. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മള് ഇവിടെ ഇപ്പൊ ഇനി വരുന്ന ഭാഗങ്ങളൊന്നും കൂടി, ബ്ലഡ് വരുന്നതൊന്നും കൂടി നമ്മൾ പറഞ്ഞാൽ, ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിര അഥവാ പൾമണറി വെയിനിലൂടെ ബ്ലഡ് എവിടേക്ക് വരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു. കേട്ടോ, അത് പറയണത് കേൾക്കൂ. ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ഈ രണ്ട് ഇതളുകൾക്കിടയിലൂടെ, രണ്ട് ഇതളുകൾക്ക് പേര് നമ്മൾ പറഞ്ഞില്ല. എന്താ അതിന്റെ പേരെന്താ? ബൈകസ്പിഡ്. ബൈകസ്പിഡ് വാൽവ്. മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ പറയും. അതിന്റെ ഇടയിലൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എവിടേക്ക് പോകുന്നു? എവിടേക്കാ പോകുന്നത്? മഹാധമനിയിലേക്ക്. അപ്പൊ മഹാധമനിയുടെ ഉള്ളിലേക്ക് കയറുമ്പോ അവിടെയും ഒരു വാൽവുണ്ട് അല്ലേ? ആ വാൽവിനെ വിളിക്കുന്ന പേര് മഹാധമനി വാൽവ് എന്നാണ്. എന്തായാലും വിളിക്കുന്ന പേര് അയോർട്ടിക് അയോർട്ടിക് വാൽവ്. ഓക്കെ. അങ്ങനെ അയോർട്ടിക് വാൽവിലൂടെ ബ്ലഡ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കാട്ടാ, ധമനിയിലൂടെ ബ്ലഡ് കടന്നു പോകുമ്പോ എന്തിനാ ഈ വാൽവ്? വാൽവിന്റെ ഉദ്ദേശം എന്താ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലഡ് കടത്തിവിടാനല്ല, തിരിച്ചു വരാതിരിക്കാൻ അല്ലേ? തിരിച്ചു വരാതിരിക്കാൻ. അങ്ങനെ ധമനിയിലൂടെ ഈ ബ്ലഡ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ധമനിയിലെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്? വാൽവുണ്ട്. ധമനിയിലെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്? വാൽവുണ്ട്. അത് എത്ര ദൂരം വരെ വാൽവുണ്ട് എന്നാ പറയണത്? കാപ്പിലറീസ് എത്തുന്നത് വരെ അതിന് വാൽവുണ്ട് എന്നാ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് വാൽവുണ്ട്. കേൾക്കണ്ട? കാപ്പിലറീസ് എത്തുന്നത് വരെ. കാപ്പിലറീസ് എത്തിയാൽ പിന്നെ ഇതിനെന്തില്ല? കാപ്പിലറീസ് അഥവാ ലോമിക എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെന്തില്ല? വാൽവില്ല. പിന്നെ അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കോളും. പിന്നെ സിരയിലെത്തിക്കഴിഞ്ഞാലും വാൽവില്ല. കേൾക്കണ്ട? സിരയിലൂടെ എന്ന് പറയുമ്പോൾ മഹാസിരയിലെത്തിയിട്ട്, അതായത് വനക്കാവയിലെത്തിയിട്ട് അത് എവിടേക്ക് എത്തും? റൈറ്റ് ഏട്രിയത്തിലെത്തും. ശരിയല്ലേ? എവിടെ എത്തും? റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നോക്കുക. ഈ വാൽവിനെ പറയുന്ന പേരെന്താ? ട്രൈകസ്പിഡ് അല്ലെ? ട്രൈകസ്പിഡ് വാൽവില് വഴി എവിടേക്ക് എത്തുന്നു? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുമ്പോൾ നോക്കുക, ഇവിടെ ഒരു ധമനിയുണ്ട്. ഈ ധമനിയിലും വാൽവുണ്ട്. എന്താ ഈ ധമനിയുടെ വാൽവ്? ഈ ധമനിയുടെ പേരെന്താ? അതന്നെ, പൾമണറി ധമനി എന്നാണ് ഇതിന്റെ. പൾമണറി ആർട്ടറി എന്നാണ് ഇതിന്റെ പേര്.
അപ്പൊ ഈ വാൽവിന്റെ പേര് പൾമണറി വാൽവ് എന്നാണ്. എന്താ ഇതിന്റെ പേര്? അങ്ങനെ പൾമണറി വാൽവിന്റെ ഉള്ളിലൂടെ ബ്ലഡ് വീണ്ടും എവിടേക്ക് എത്തുന്നു? ശ്വാസകോശത്തിലേക്ക്, ലങ്സിലേക്ക് എത്തുന്നു. അപ്പൊ ബ്ലഡിന്റെ യാത്ര കംപ്ലീറ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി കറക്റ്റ് ആ സ്പോട്ടുകളൊക്കെ ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്നും കൂടിയാണ് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ ബ്ലഡ് ആദ്യം എവിടെയാ? ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ അങ്ങനെ പറയല്ലേ, അങ്ങനെയല്ലോ. ഓരോ സ്പോയിന്റും സ്പോട്ടൊക്കെ പറയണം. ലെൻസിൽ നിന്ന് ശ്വാസകോശ സിര അഥവാ പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബൈകസ്പിഡ് വാൽവിനുള്ളിലൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വാൽവിനിടയിലൂടെ അയോർട്ടിക് വാൽവിലൂടെ എവിടേക്ക് പോകുന്നു? മഹാധമനിയിലേക്ക് ഒഴുകുന്നു. മഹാധമനിയിലൂടെ അഥവാ അയോർട്ടയിൽ നിന്ന് അത് ആർട്ടറികളിലേക്ക് ഒഴുകുന്നു. ആർട്ടറികളിൽ നിന്ന് കാപ്പിലറീസിലേക്ക് ഒഴുകുന്നു. കാപ്പിലറീസിൽ നിന്ന് ചെറിയ വെയിനുകളിലേക്ക് ഒഴുകുന്നു. ചെറിയ വെയിനുകളിൽ നിന്ന് വെനക്കാവയിലെത്തുന്നു. വെനക്കാവയിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ട്രൈകസ്പിഡ് വാൽവിന്റെ ഇടയിലൂടെ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വീണ്ടും പൾമണറി വാൽവിനിടയിലൂടെ പൾമണറി ആർട്ടറിയിലേക്ക് ഒഴുകുന്നു. പൾമണറി ആർട്ടറിയിലൂടെ എവിടേക്ക് എത്തുന്നു? അതിന്റെ യാത്ര കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്കത്? ആർക്കും അതൊന്ന് പറയാൻ പറ്റുക? ജെറോം ഒന്ന് പറയൂ. ജെറോം ജെയ്സൺ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ പോയാ അപ്പൊ ആ വഴി ജെറോം ഇറങ്ങി ഓടിയാ? പറയുന്ന വേഗം പറയ്. അതിന്റെ ഇടയിൽ ഒരു സാധനം ഉണ്ട്. എന്തെങ്ങനെ നിങ്ങളിങ്ങനെ എല്ലാ പോയിന്റും സ്പോട്ട് എല്ലാ വഴി പറയുമ്പോ കംപ്ലീറ്റ് വഴിയിലുള്ള അടയാളങ്ങൾ പറയണം. ഓക്കെ. ശരി. ഇത് അയോർട്ടയിൽ നിന്ന് പിന്നെ എവിടേക്കാ പോണത്? ബ്ലഡ് നിന്നാ ആള് ചത്തോപ്പഴേക്കും. കഴിഞ്ഞ പിന്നെന്തുട്ടാ? പിന്നെ കാപ്പിലറീസ് കൂടിച്ചേർന്ന് എന്താകുന്നു? ആരാ ബാക്കി പറയാ? സ്പർശം എന്ന് പറഞ്ഞേ. ബാക്കി പറയും. സ്പർശേ എന്താ മിണ്ടാണ്ടിരിക്കണേ? എന്താ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ? ഞാൻ ബോർഡും എഴുതിയിട്ടുണ്ട്, അത് നോക്കി പറയാനേ പറഞ്ഞേ. എന്റെ ദൈവേ, തോറ്റു ഞാൻ. ദേവിക പി ജി എന്ന് പറഞ്ഞ ബാക്കി. പറഞ്ഞോ ദേവിക, ബാക്കി പറയും.
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന ബ്ലഡ് പിന്നെ ഏതിലൂടെ എവിടേക്ക് എത്തുന്നു എന്നുള്ളത് പറയും. ഇതിൽ പറയാൻ ബെസ്റ്റ് ആയിട്ടുള്ള ആള് ആശ്വിനെ തോന്നുന്നുണ്ട്. ആശ്വിനെ പറഞ്ഞ മോളെ നല്ലത്. വെൻട്രിക്കിളാണോ ആദ്യം? അത് ശ്രദ്ധിക്കണില്ല കേട്ടാ പറയണത്, അതാണ് കിട്ടാത്തത്. അത് കഴിഞ്ഞ് അതിന്റെ അന്ന് ആർട്ട് ഇത്ര വേഗം എത്തിയ അതുവഴി ഏത് ആർട്ടറിയാ? അപ്പൊ അത് പറയണ്ട, പിന്നെ അത് വേറെ ആള് പറയോ? അതിന്റെ ഇടയിൽ മുൻപ് പൾമണറി ആർട്ടറിയിൽ ഒരു വാൽവ് ഉണ്ട്, അതിന്റെ പറയുന്ന പേരെന്താ? ഒക്കെ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചിത്രത്തില് നിങ്ങളിപ്പോ വരച്ച ചിത്രല്ലേ കയ്യില്, അതിന് ഈ ഭാഗങ്ങളുടെ പേരൊക്കെ ഒന്ന് എഴുതിയേ. ഇംഗ്ലീഷിൽ എഴുതാ, മലയാളികൾ മലയാളത്തിൽ എഴുതാ. മുകളില് ഞാൻ തല വരച്ചിട്ടുണ്ട്, പിന്നെ എന്താ ലെങ്സ് വരച്ചിട്ടുണ്ട്, പിന്നെ താഴത്ത് ശരീര ബോഡി പാർട്ടാണ് കേട്ടാ കാണാന്. ഓക്കെ, അത് ചെയ്യൂ വേഗം. The heart is situated slightly tilted towards the left in between two lungs. ഇനി നമ്മുടെ ഹൃദയം എവിടെയാണെന്നറിയോ? നമ്മുടെ ഹൃദയം നമ്മുടെ രണ്ട് ലങ്സിന്റെയും ഇടയിലാണ് ഇരിക്കുന്നത്. രണ്ട് ലങ്സിന്റെയും ഇടയിൽ. എന്തിനീ രണ്ട് ലങ്സിന്റെ ഇടയിൽ ഇരിക്കാനുള്ള കാരണം? കാരണം ബ്ലഡ് വരുന്നത് എവിടുന്നാ? ലങ്സിൽ നിന്ന്. എന്നിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോയിട്ട് വീണ്ടും ഹൃദയത്തിൽ വരുന്നു. എന്നിട്ട് വീണ്ടും പോകുന്നത് എവിടേക്കാ? ലങ്സിലേക്ക്. അപ്പോ ലങ്സിന്റെ തൊട്ടടുത്താണെങ്കിൽ പൈപ്പിന്റെ നീളം കുറയ്ക്കാം, കുറച്ചുകൂടെ കുറയ്ക്കാം. അപ്പോ നമ്മൾ അല്ലെ ടാങ്കിന്റെ നമ്മൾ കിണറിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ മോട്ടർ ഇങ്ങനെ ഇറക്കിയിടും, ഇടാറില്ലേ? കയറുമ്പോ കെട്ടിയിട്ട്. എന്തിനാത്? കിണറിന്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടാൽ ഇത്തിരി കൂടി നന്നായിട്ട് വെള്ളം വലിക്കും പമ്പ് മോട്ടർ. അതിനാണ് അത് ഇറക്കിയിടുന്നത്. കയറുമ്പോ തൂക്കിയിടാറുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കിണറിന്റെ ഉള്ളിലേക്ക്? എന്താ ആരൊന്നും മിണ്ടണില്ലല്ലോ. ഇപ്പൊ വെള്ളം കാരണം ഇപ്പൊ കയറ്റി വെച്ചു അല്ലെ? ആയിക്കോട്ടെ, ശരി. അപ്പോ സ്ലൈറ്റ്ലി ടിൽറ്റഡ് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് നമ്മുടെ, അതായത് മാറിയിട്ട്. നേരെ സെൻട്രലാണോ നമ്മുടെ ഹൃദയം? അല്ല, നമ്മുടെ നെഞ്ചത്ത് നേരെ സെൻട്രലല്ല, ഇടത്തെ ഭാഗത്ത് ഏകദേശം കേട്ടാ, ലെഫ്റ്റ് കേട്ടാ, ബിഹൈൻഡ് ദ സ്റ്റേണം. എവിടെയാ സ്റ്റേണം? നമ്മുടെ വാരിയലിന്റെ പിന്നില്. എന്തിനാ അത് വാരിയലിന്റെ പിന്നില്? നമ്മൾ വല്ല വീഴേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹൃദയത്തിന് അതാണ് അല്ലെ. തലച്ചോറ് വെച്ചുള്ളത് തലയോടിന്റെ ഉള്ളിലല്ലേ? എന്തിനാ തലയോടിന്റെ ഉള്ളിൽ തലച്ചോറ് വെച്ചുള്ളത്? അല്ലെങ്കിൽ ആരെങ്കിലും വന്നൊരു കിഴുക്ക് കിഴിക്കിയാൽ അതോടുകൂടി അവൻ മന്ദബുദ്ധിയാവും അല്ലേ? അപ്പൊ അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തലയോടിന്റെ ഉള്ളിൽ. അതേപോലെ ഹൃദയം എന്താണ്? എവിടെയാ? ബിഹൈൻഡ് ദ സ്റ്റേണം ഇൻ തൊറാസിക് കാവിറ്റി. അതായത് ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് തൊറാസിക് കാവിറ്റി എന്ന് വിളിക്കുക. ഈ കഴുത്ത് തൊട്ടിട്ട് സ്റ്റൊമാക്ക് വരെയുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് തൊറാസിക് കാവിറ്റി എന്ന് വിളിക്കുക കേട്ടാ. തൊറാസിക് കാവിറ്റി മലയാളത്തില് നമ്മൾ പറയാ എന്താ? അതിനെ വിളിക്കുക മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? തൊറാസിക് കാവിറ്റിനെ ഔരസാശയം. അതിനെ വിളിക്കുന്ന പേരെന്താ? ഔരസാശയം. മലയാളികളുണ്ട് ആരെങ്കിലും? നോ മലയാളീസ്. നന്നായി. അതെന്തായാലും മലയാളികളില്ല, ഭാഗ്യം. അപ്പൊ ഔരസാശയം എന്നാണ്. മലയാളി ഉണ്ടായില്? ആരാത്? വൈശാഖ് ഉണ്ട് അവിടെ. നന്നായി, മിണ്ടരുത് കേട്ടാ. നോക്ക് ഇനി ഡബിൾ ലെയർഡ്. ഇനി ഈ ഹൃദയത്തിനെ
നമ്മള് ഒരു സഞ്ചിയിൽ വെച്ചിട്ട് ആ സഞ്ചി മറ്റൊരു സഞ്ചിയിൽ ഇറക്കി വെച്ചിരിക്കുക. കണ്ടാ, ദ സൈസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ഈസ്, അതിന് മുൻപൊരു കാര്യം പറയുന്നുണ്ട്, ദ സൈസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് വൺസ് ഫിസ്റ്റ്. ഇപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന്റെ വലിപ്പം എത്രയാണ് എന്നറിയാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ വലത്തെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാ ഇനി അതൊന്ന് നോക്കി നോക്കിയാ എത്രക്കുണ്ട് അത്? കുഞ്ഞിതല്ലേ? അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ ഹൃദയം. അത്രയ്ക്കേ ഉള്ളൂ ഹൃദയം, കേട്ടോ. അപ്പൊ നന്നായി ഫുഡ് അടിക്കുക, ഹൃദയം അങ്ങോട്ട് വലുതാവട്ടെ. നോക്കുക, ബിഹൈൻഡ് ദ സ്റ്റേർണം thoracic cavity the size of human heart is equal to size of one's fist. Pericardium is a double layered membrane that covers the heart. അപ്പോ ശ്രദ്ധിക്കേണ്ട, ഈ ഹൃദയം എന്ന് പറയുന്നത് നമ്മളൊരു കവറിലിട്ട് ചേർക്കുക. ഈ കവറിലിട്ട ഹൃദയം വീണ്ടും ഒരു കവറിലിട്ട് വെച്ചേർക്കുക. അങ്ങനെ 2 കവറുകൾക്കുള്ളിലാണ് ഹൃദയം ഇരിക്കുന്നത്. കേൾക്കണ്ട? 2 കവറുകൾക്കുള്ളിൽ. നമ്മൾ ഈ മീനും ഇറച്ചിയൊക്കെ മേടിച്ചോണ്ടിരുമ്പോ കവറിലിട്ടിട്ടല്ലേ മേടിച്ചോണ്ടിരിക. ഉറപ്പ് പോരെങ്കിൽ നമ്മൾ ഒരു കവറിലും കൂടി ഇടും, ഇല്ലേ? അതേപോലെ 2 കവറിന്റെ ഉള്ളിലാണ് ഹൃദയം. ഇനി ഈ കവറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഹൃദയം, അപ്പൊ ഈ കവറിനെ വിളിക്കുന്ന പേര് പെരിക്കാർഡിയം എന്നാണ്. കവറിന്റെ പേരെന്താ? പെരിക്കാർഡിയം. ഇനി ഈ 2 കവറുകൾക്കിടയിൽ കിടന്നിട്ട് ഹൃദയം ഇങ്ങനെ ചുരുങ്ങുകയും വീർക്കുകയും ചെയ്യും. കാണാണ്ട? എന്നെ കാണാണ്ട? നിങ്ങക്ക് എന്നെ കാണാണ്ട? കാണാലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഞാനിത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഹൃദയം ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ചുരുങ്ങും വീർക്കും. അങ്ങനെ ചുരുങ്ങുകയും വീർക്കുകയും ചെയ്യുമ്പോൾ ഈ കവറ് കിടന്നിട്ട് ഇങ്ങനെ കരകരാന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കും, ഇല്ലേ? ഉള്ളിലത്തെ കവറ് ചുരുങ്ങുകയും എന്നിട്ട് വീർക്കുകയും ചെയ്യുമ്പോൾ പുറത്തെ കവറുമായിട്ട് അത് ഒരയില്ലേ? അപ്പൊ ഒരയുമ്പോ ഒരു ശബ്ദം ഉണ്ടാവില്ലേ? കരകരാന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ആ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? നോക്കി നോക്കിയേ, കരകരാന്ന് പറഞ്ഞിട്ട്. കരകര കരകര കേൾക്കണ്ട? ഹൃദയം ഇങ്ങനെ ചുരുങ്ങുമ്പോൾ കരകരകര, വീർക്കുമ്പോൾ വീണ്ടും കരകരകര. കേൾക്കണ്ട? കേൾക്കണ്ട? എന്നാ നീ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കണ്ടോ. ഞങ്ങൾക്കൊന്നും കേൾക്കാല്ലേ അങ്ങനെ, നിനക്ക് മാത്രം കേൾക്കാനുള്ളൂ. എന്തൊരു കുഴപ്പമുണ്ട്? സാധാരണ അങ്ങനെ കേൾക്കില്ല. റിനോ കേൾക്കണ്ട? അപ്പൊ കേൾക്കണ്ട? റിനോ ഒന്ന് നോക്കി നോക്കിയ. അതാണ് കണ്ട, ഞാൻ പറയാം, മാഷ് പറയണത് മുഴുവനാണ്ട് അനുസരിക്കുക അല്ലെ. കേൾക്കുണ്ടോ? കേൾക്കണില്ലേ? നിങ്ങൾ നല്ല കുട്ടികളാട്ടാ. അങ്ങനെയല്ല, നിങ്ങൾ ഞാൻ പറയുമ്പോ ഒന്ന് ചെവിയൊക്കെ വെച്ചിട്ട് കേട്ടതിന് ശേഷം പറയും. അപ്പൊ സാധാരണ കേൾക്കില്ല. അങ്ങനെ കരകരാന്ന് ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ഈ 2 കവറിന്റെ ഇടയിൽ ഒരു ലിക്വിഡ് ഉണ്ട്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്, കേട്ടാ. പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയണത്. കണ്ടാ, അടുത്ത വരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടാ, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ പെരിക്കാർഡിയൽ മെംബ്രെയിൻസ്. ദിസ് ഫ്ലൂയിഡ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അതാണ് ഞാൻ കരകരാ ശബ്ദം പറഞ്ഞത്. ഒരയണ ശബ്ദം, ഒരച്ചില് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഈ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് നിറച്ചുള്ളത്. കണ്ടാ, കേൾക്കണ്ട നിങ്ങൾ? അപ്പോ വെൻ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയം കിടന്ന് ചുരുങ്ങണതും വീർക്കണതുമാണ് ഹാർട്ട് ബീറ്റ്. ഹൃദയം വന്ന് ചുരുങ്ങുമ്പോ, ഞാൻ പറയാണ്ട, ഹൃദയം ചുരുങ്ങുമ്പോ എപ്പോഴാ ഹൃദയം ചുരുങ്ങുക? അല്ലെങ്കിൽ ആദ്യം ഹൃദയം വീർക്കണ കാര്യമില്ല. നമ്മൾ പറഞ്ഞു ഹൃദയം വീർക്കും. വീർക്കല ചുരുങ്ങല നമ്മൾ ആദ്യം പറഞ്ഞ് ചുരുങ്ങിയിട്ട് വീർക്കല്ലേ? ചുരുങ്ങിയിട്ട് വീർക്കും. നമ്മൾ ഫില്ലറല്ല ഉദാഹരണം പറഞ്ഞ്, ഫില്ലർ ഇങ്ങനെ ഞെക്കിയിട്ട് വിടും. അപ്പൊ ചുരുങ്ങിയിട്ട് ഏതാ ആദ്യം തുടങ്ങിയെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഈ ചുരുങ്ങലും വീർക്കലും നടക്കുന്നുണ്ട്. ചുരുങ്ങുമ്പോൾ ബ്ലഡ് എന്ത് ചെയ്യും? ഏതിലൂടെ ഒഴുകും? ഏതിലേക്കാ ബ്ലഡ് ഒഴുകുക ഒന്ന് പറഞ്ഞ. എത്ര നേരം ഞാൻ പറഞ്ഞു കേട്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് മറുപടി പറയാം. ബ്ലഡ് എവിടേക്ക് ഒഴുകുക ചുരുങ്ങുമ്പോ? ഹാർട്ടിലേക്കാണോ? ചുരുങ്ങുമ്പോ ഹാർട്ടിന്റെ ഉള്ളിൽ ബ്ലഡ് നിറയാണോ ചെയ്യുക? എന്താ നിങ്ങൾ ഇങ്ങനെ? പുറത്തേക്ക് പോവും. അതന്നെ, എന്താ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? ശ്രദ്ധിച്ചു പറയൂ. ചുരുങ്ങുമ്പോ ഹാർട്ടിൽ നിന്ന് പുറത്തേക്കല്ലേ പോവുക? ഹാർട്ട് നമ്മൾ ഫില്ലറായിട്ടല്ലേ പറഞ്ഞത്? ഫില്ലർ അമർത്തുമ്പോ ഫില്ലറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കല്ലേ വെള്ളം ഒഴുകുക?
എന്താ എന്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെ നോക്ക്. ഇനി വീർക്കുമ്പോ ഹാർട്ടിന്റെ ഉള്ളിലേക്കല്ലേ വരിക. അപ്പൊ ചുരുങ്ങുമ്പോ ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. അപ്പൊ അത് ഏത് കുഴലിലൂടെ ഒഴുകുക? ധമനിയിലൂടെയാണോ ഒഴുകുക അതോ വെയിനിലൂടെയാണോ ഒഴുകുക? ആർട്ടറിയിലൂടെയാണോ പോവുക അതോ വെയിനിലൂടെയാണോ പോവുക? ഒന്നും ചോദിക്കാൻ പാടില്ല നിങ്ങളോട്. നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു തരാനാ പാടുള്ളൂ അല്ലെ? ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളോട്. ഏതിലൂടെ ഒഴുകുക? ആർട്ടറിയിലൂടെ ആണോ പോവുക ഒഴുകുക അതോ വെയിനിലൂടെ ആണോ ഒഴുകുക? ചുരുങ്ങുമ്പോൾ എന്താണ് ആർട്ടറി എന്താണ് വെയിൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതന്നെ സംശയമൊക്കെ അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് ഉറപ്പിച്ചാ പറയ. അങ്ങോട്ട് ആർട്ടറിയിലൂടെ പുറത്തേക്ക് ഒഴുകും. വീർക്കുമ്പോഴോ വെയിനിലൂടെ ഉള്ളിലേക്ക് വരും അല്ലേ? അപ്പോ ചുരുങ്ങുമ്പോ ശ്രദ്ധിക്ക, ഏത് വാൽവ തുറക്കുക? ഏത് വാൽവ തുറക്കുക? ചുരുങ്ങുമ്പോ ഒരു വാൽവ് തുറക്കും, മറ്റേ വാൽവ് അടയും ഇല്ലേ? രണ്ട് വാൽവ് ഒരുമിച്ച് അല്ലേ? നമ്മൾ പഠിച്ചു ആകെ 4 വാൽവാണ് ഹാർട്ടിന്റെ ഉള്ളിലുള്ളത്. 2 ഏതാ? 2 കസ്പിഡും 2 കസ്പിഡ് അല്ലാത്തത്. 2 എവിടെയാ? അയോർട്ടിക് വാൽവ്. അതന്നെ. അപ്പോ ചുരുങ്ങുമ്പോ ഏത് വാൽവ് തുറക്കും ഏത് വാൽവ് അടയും? ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് ഊഹിച്ച് പറഞ്ഞേ. നിങ്ങളൊന്ന് ഊഹിച്ച് പറയുന്ന എന്തുട്ടാ നിങ്ങൾ ഇങ്ങനെ? ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടില്ല കേട്ടാ. സാധാരണ ഇതൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും പറയും. പറഞ്ഞങ്ങട് തെറ്റിക്കോട്ടെ, അങ്ങട് പറയങ്ങട്. ഏത് തുറക്കണതാ അടയ്ക്കണതാ? വെരി ഗുഡ്. ചുരുങ്ങുമ്പോൾ പൾമണറി വാൽവ് അല്ലെ? പൾമണറി വാൽവ് അതേപോലെ അയോർട്ടയിലുള്ള വാൽവ് ഇതൊക്കെ തുറക്കും. പൾമണറി വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലായില്ലേ? വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുഴലേതാ? ആ കുഴലിലുള്ള വാൽവല്ലേ തുറക്കുക? വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാൽവ് ഏതാണോ ആ വാൽവ് തുറക്കും. എപ്പോൾ? ചുരുങ്ങുമ്പോൾ. അപ്പോ നിവരുമ്പോൾ ഏത് വാൽവ് തുറക്കും? അതന്നെ, വെരി ഗുഡ്. അപ്പൊ നോക്കട്ടെ. ഇനി ഇതേ ചോദ്യം തന്നെ ഞാൻ ഒന്ന് മാറ്റി ചോദിക്കട്ടാ. ശരിക്കുത്തരം പറയുന്ന ആൾക്കാരാണ് മിടുക്കന്മാര് കേട്ടാ. തെറ്റിക്കാതെ പറയുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു പറഞ്ഞോളും. മിണ്ടാതിരിക്കുന്ന ആൾക്കാരും മണ്ടന്മാരാണ് കേട്ടാ. ശ്രദ്ധിക്കൂ. അപ്പൊ ഞാൻ ഈ ചോദ്യം തന്നെ ഒന്നുകൂടി ചോദിക്കാണ്. ഹൃദയം ചുരുങ്ങുമ്പോൾ അടയുന്ന വാൽവേദ? വെരി ഗുഡ്. റിനോ പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞത്? ആഷ്വിയ പറഞ്ഞു. ആഷ്വിയും പറഞ്ഞു. വേറെ ആരും പറഞ്ഞില്ല. അവരൊക്കെ എന്തോണാവും ചെയ്യണത്. ഇനി വീർക്കുമ്പോ അടയണ വാൽവേദ? അടയണ വാൽവ എന്തെന്നാ പറയാ? പൾമണറി വാൽവല്ലേ? എവിടുന്ന് 1 കിലോമീറ്റർ അകലേന്നൊരു ശബ്ദം കേൾക്കാണ്ട്. അഭിജിത്തിന്റെയാണ്. ഓക്കെ. അപ്പോ ഒന്നും കൂടിയും പറയാം. ഒന്നും കൂടിയും ചാൻസ് തരാം. ഇനി ആ മിണ്ടാത്ത മണ്ടന്മാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയാട്ടാ. വേണമെങ്കിൽ ഇനി അവര് അവിടുന്ന് എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. വീട്ടുകാര് ശ്രദ്ധിക്കുക. അതിന് വീട്ടുകാരൊന്നും ഇല്ല വീട്ടില്. നോക്കുക. എന്താ? ചുരുങ്ങുമ്പോൾ അടയുന്ന വാൽവ് ഏത്? വീർക്കുമ്പോൾ അടയുന്ന വാൽവ് ഏത്? വീർക്കുമ്പോൾ അടയുന്ന വാൽവ് ഏത്? പറയൂ. പൾമണറി വാൽവും അയോർട്ടിക് വാൽവും അല്ലേ? പൾമണറി വാൽവും അയോർട്ടിക് വാൽവും അത് ഒരുമിച്ചടയാ. അതുപോലെ ട്രൈകസ്പിഡ് വാൽവുകൾ ഒരുമിച്ചാണ് അടയാ. അടയണതും തുറക്കണതൊക്കെ ഒരുമിച്ചാണ് കേട്ടാ. അപ്പൊ ഓക്കെ, ഒന്നുകൂടി പറയാം. ചുരുങ്ങുമ്പോൾ അടയുന്ന വാൽവ്?
കസ്പിഡ് വാൽവ് എന്ന് നമുക്കൊരു കാര്യം ഒരുമിച്ച് അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, കസ്പിഡ് വാൽവ് എന്ന് വിളിക്കാം. ഒരുമിച്ച് നമുക്ക് എന്തെന്ന് വിളിക്കാം? കസ്പിഡ് വാൽവ്. അപ്പോ ഒന്നുകൂടി ഓക്കെ അല്ലേ? പറഞ്ഞോ. ചുരുങ്ങുമ്പോൾ അടയുന്ന വാൽവ് ഏത്? ചുരുങ്ങുമ്പോൾ അടയുന്ന വാൽവ്. വീർക്കുമ്പോൾ അടയുന്ന വാൽവ് ഏത്? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഒന്നുകൂടി പറയാട്ടാ. ചുരുങ്ങുമ്പോൾ അടയുന്ന വാൽവ് ഏത്? ലബ്. അടയുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടയുമ്പോ ഒരു ശബ്ദം ഉണ്ടാവും. എന്താ ശബ്ദം എന്നറിയോ? ലബ്. എന്താണ് ശബ്ദം? ലബ്. LUB, ലബ്. അങ്ങനെയാണ് സ്പെല്ലിങ് പറഞ്ഞിട്ട് അടയ. ലബ്. ഇനിയോ വീർക്കുമ്പോൾ ഏത് വാൽവ് അടയും? അതാണ് ഡബ്. ഡബ്. ആ ശബ്ദമാണ് ഡബ്. ഡബ്. DUB, ഡബ്. അപ്പോ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ചുരുങ്ങും, വീർക്കും. അപ്പൊ ചുരുങ്ങുമ്പോ ഏത് വാൽവ് അടയും? ലബ്. വീർക്കുമ്പോഴോ? ഡബ്. നമ്മുടെ ഹൃദയം ഇതാണ് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. തൊട്ടാ ലബ് ഡബ്, ലബ് ഡബ്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഡോക്ടർമാരെ അടുത്തേക്ക് എന്തെങ്കിലും സൂക്കടായിട്ട് പോകുമ്പോഴേ ഡോക്ടർ ഒരു കുഴല് വെച്ചിട്ട് നോക്കണത് കേട്ടിട്ടുണ്ടാ? അതന്നെ, ആ കോപ്പന്നെ. അത് വെച്ചിട്ട് അയാള് ചെവിയിൽ അത് വെച്ചിട്ട് എന്തുട്ടാ ഈ കേൾക്കണെന്നറിയോ? ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ എന്താ സാധനം? അതാണ് ലബ് ഡബ്. ലബ്ഡപ്പ്, ലബ്ഡപ്പ്, ലബ്ഡപ്പ്. ലബ്ഡപ്പ് കേൾക്കണില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാന്നർത്ഥം. അപ്പൊ ലബ്ഡപ്പ് വെറുതെ കേൾക്കല്ല. ലബ്ഡപ്പിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നാണ് ഈ നോക്കണത്. സാധാരണ അതിനൊക്കെ ഒരു കണക്കുണ്ട്. മനസ്സിലായ? നമ്മൾ കുറച്ച് കഴിഞ്ഞാ പറയും. സാധാരണ ലബ്ഡപ്പിന് ഒരു കണക്കുണ്ട്. ലബ്ഡപ്പ് ഒരു മിനിറ്റിൽ ഇത്ര എണ്ണം വേണമെന്നൊക്കെ ഉണ്ട്. ആ എണ്ണത്തിനേക്കാൾ കൂടിയാലും തകരാറാണ്, കുറഞ്ഞാലും തകരാറാണ്. കേൾക്കണ്ട? അപ്പൊ അതാണ് ഡോക്ടർ ഇങ്ങനെ സൂചിമ അല്ലെ വാച്ചിൽ നോക്കിയിട്ടല്ലേ അയാൾ ഇങ്ങനെ ചെവി വെക്കുക. കണ്ടിട്ടാ? നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഈ സാധനം വെച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ വാച്ചുമ്പോ നോക്കും. കണ്ടിട്ടാ? എന്തിനത് സമയം നോക്കുകയാണോ? എത്ര മണിയായി നോക്കുകയാണോ? ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെയായി നോക്കണത്. അപ്പോ ഡോക്ടർക്ക് അറിയാം ഇയാളുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാം. അപ്പൊ അതാണ്, അതിനെ പറയുന്ന പേരാണ് ഹാർട്ട് ബീറ്റ്. കണ്ടാ? ഹാർട്ട് ബീറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ലേ ആ വാക്ക്? ഹാർട്ട് ബീറ്റ്. കണ്ടാ? എന്താ പറയുന്ന വാക്ക്? ഇനി നമ്മൾ വരച്ച ചിത്രം ഇവര് വളരെ കൃത്യമായിട്ട് വരച്ചു. നമ്മൾ അതിന്റെ ഗ്രാഫിക് ആയിട്ടുള്ള ചിത്രം വരച്ചുള്ളത്. ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ 8ാം ക്ലാസ്സിലേക്ക് ഒരു ഇത് ഇടട്ടേട്ടാ. ആരത്? അനിറ്റ വരച്ച ഹൃദയവും ഇതൊക്കെ എന്താ സംഭവം? ഭയങ്കര മോഡേൺ ആർട്ട് പോലെയുണ്ട്. അനിറ്റ ഉണ്ടോ അവിടെ? നോക്കുക, ഒരു മിനിറ്റാ. 8ാം ക്ലാസ്സുകാരെ ഞാനേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടാ ലിങ്ക്. ഹലോ. മതി. മതി, വൈകുന്നേരം മതി. ശരി. നോക്കുക. അപ്പൊ ലബ്ഡപ്പ് പറഞ്ഞു, മനസ്സിലായില്ലേ? ഇനി നമ്മൾ വരച്ച ചിത്രം ഇതാ. വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ടുള്ള അതിന്റെ രൂപമാണ് ഈ വരച്ചു വെച്ചുള്ളത്. നോക്കട്ടാ. അയോർട്ട കണ്ടില്ല? അയോർട്ട ഏറ്റവും മുകളില് കാണണ്ട നിങ്ങള്? അയോർട്ട വരുന്നത് കണ്ട? താഴത്തുള്ള ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നാണ് അയോർട്ട വരണത്. കണ്ടില്ലേ ആ രൂപം? കണ്ട? കുഴല് വളഞ്ഞിട്ട് അതിന് 3 കുഴല് മുകളിലേക്ക് പോണ്ട്. തലയിലേക്ക് 3 കുഴല്. നമ്മളൊരു കുഴല വരച്ചുള്ളൂ. ഇവിടെ എത്ര കുഴല് പോണ്ട്? 3 കുഴല് തലയിലേക്ക് പോണ്ട്. പിന്നെ ആ വലിയ കുഴല് വളഞ്ഞിട്ട് താഴത്തേക്കാ പോണത്. അതാണ് ബോഡി പാർട്ടിലേക്ക് പോണത്. കേട്ടാ?
ഇനി അയോർട്ടയുടെ ഇപ്പുറത്ത് നോക്കിയേ, വെനക്കാവ കാണാണ്ട്, സുപ്പീരിയർ വെനക്കാവ. അത് തലേന്ന് വരുന്ന കുഴല. അടിയിലിതാ ഇൻഫീരിയർ വെനക്കാവ കാണാം, കണ്ടാ? അത് അടിയിൽ കൂടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്, അടിയിൽ കൂടെ കയറുകയാണ്. ഇനി അപ്പുറത്തും ഇനി താഴത്ത് അയോർട്ടയുടെ താഴത്ത് കാണാം ലെഫ്റ്റ് പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞിട്ട്, കണ്ടാ? അതായത് പൾമണറി ആർട്ടറിയാണ്. ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾമണറി വാൽവിൽ, കണ്ടാ? പൾമണറി അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് പുറത്തേക്ക് പോണത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുമ്പോ പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കുഴല് വെൻട്രിക്കിളിൽ നിന്ന് പോയിട്ട് അത് 2 കുഴലായിട്ട് മാറുകയാണ്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്, കണ്ടാ? വലത് ഭാഗത്ത് നമ്മൾ ഒരു കുഴല വരച്ചുള്ളൂ, ഒറ്റ കുഴലായിട്ടാണ് ഞാൻ വരച്ചത്. മാഷ് ഒരു കുഴല വരച്ചുള്ളൂ, പക്ഷെ ഇവിടെ 2 കുഴലായിട്ട് മാറേണ്ടത്. എന്തിനായിരിക്കും 2 കുഴല്? ഒരു കുഴലിന് അവര് റൈറ്റ് പൾമണറി ആർട്ടറി എന്നും മറ്റേ കുഴലിനെ ലെഫ്റ്റ് പൾമണറി ആർട്ടറി എന്നാ പറഞ്ഞത്. എന്തിനാ 2 എണ്ണം? നമുക്ക് എത്ര ലെങ്സ് ഉണ്ട്? 2 ലെങ്സ് ഉണ്ട്. അപ്പൊ 2 ലെങ്സിലേക്കും ഓരോ കുഴല് പോകുന്നുണ്ട്. അതാണത്. മാഷ് ഒറ്റ ലെങ്സിലേക്ക് ഒരു ലെങ്സ് എന്ന് വരുന്ന പോലെ ഒരു ലെങ്സ് എന്ന് പോണ പോലെയാണ് വരച്ചത്. പക്ഷെ അതല്ല ശരിക്കുള്ള രൂപം. അത് ഞാൻ മനസ്സിലാവാൻ വേണ്ടിട്ട് വരച്ചതാ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത് 2 കുഴല് കൂടെ 2 ലെങ്സിലേക്കും പോകും. അതേപോലെ അതിന്റെ ചോട്ടിൽ കണ്ട പൾമണറി വെയിൻ, അതെത്ര കുഴലാ? 4 കുഴലാ, കണ്ടാ? ഇടത്തെ ഭാഗത്ത് 2 എണ്ണം, വലത്തെ ഭാഗത്ത് 2 എണ്ണം, കണ്ടാ? കാരണം അത് ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് വരണതാ. അപ്പൊ അത് ഇത്തിരി നല്ലോണം വന്നോട്ടെ, കുഴപ്പമുണ്ടാ? നല്ലതല്ലേ? അപ്പൊ അതിനു വേണ്ടി 4 കുഴല, അതായത് 2 കുഴല് റൈറ്റ് ലെങ്സിലേക്കും 2 കുഴല് ലെഫ്റ്റ് ലെങ്സിലേക്കുമാണ് ലെങ്സ് എന്ന് വരികയാണ്, കണ്ടാ? എന്നിട്ട് അത് വരണത് എവിടേക്കാ? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരാട്ടാ. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് അപ്പുറത്ത് കൂടെ വലിയ കുഴലായിട്ട് അത് വരുന്നുണ്ട്. അത് നമുക്ക് കാണാനില്ല. കാണണ്ട നിങ്ങള്? പിന്നെ ബൈക്കസ്പീഡ് വാൽവും ട്രൈക്കസ്പീഡ് വാൽവും ഉണ്ട്, നമുക്കറിയാലോ. പിന്നെ വേറെന്തുട്ടാ നമ്മൾ ഇനി പറയാത്തത്? അയോർട്ടിക് വാൽവും പൾമണറി വാൽവും വരച്ചിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ? കാര്യങ്ങൾ മനസ്സിലായില്ലേ നിങ്ങക്ക്? അപ്പൊ നമ്മൾ വരച്ച അതേ ചിത്രം അവര് വരച്ചിരിക്കുന്നത്, അപ്പൊ അവര് വരച്ചതാണ് ശരി കേട്ടാ. നമ്മൾ വരച്ചത് എന്താ വെച്ചാല് അത് മനസ്സിലാവാൻ, അതിന്റെ റൂട്ട് മനസ്സിലാവാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെ വരച്ചത് കേട്ടാ. അപ്പൊ ഇത് നിങ്ങളൊന്ന് വരയ്ക്കണം അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, ഇതൊന്ന് വരയ്ക്കണം. ഇനി വീണ്ടും ദ ചേംബേഴ്സ് ഓഫ് ഹാർട്ട്. എത്ര ചേംബർ ഉണ്ട് ഹാർട്ടിന്? എത്ര ചേംബർ ഉണ്ട് ഹാർട്ടിന്? 4 എണ്ണം. പിന്നെയോ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ടു ഹാർട്ട് ആൻഡ് ഹാർട്ട് ചേംബർ വേർ ദ എൻഡ്. അപ്പോ എന്താ? ബ്ലഡ് ഹാർട്ടിലേക്ക് എന്താ? വെസൽസ്, കുഴലുകൾ ബ്ലഡ് കൊണ്ടുവരുന്നു. ആ ഹാർട്ടിന്റെ ചേംബറിലാണ് കുഴലുകളിൽ കൊണ്ടുവരുന്ന ബ്ലഡ് ചെന്ന് അവസാനിക്കുന്നത്. ഇനി ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്, അതേപോലെ വേറെ കുറച്ച് കുഴലുകൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഏതൊക്കെ കുഴലുകളൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ചേംബറുകൾ 4 എണ്ണം ഏതാണെന്ന് മനസ്സിലായി. ഏട്രിയം വെൻട്രിക്കിൾ അല്ലെ? ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ. പിന്നെയോ പിന്നെ വെസൽസ് ഏതൊക്കെയാ? വെസൽസ് പൾമണറി അല്ലെ? വെസൽസ്, വെസൽ എന്ന് പറഞ്ഞ കുഴല്. അപ്പൊ പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, പിന്നെയോ വെനകാവ, പിന്നെ അതുപോലെ അയോർട്ട. അതൊക്കെയാണ് കുഴലുകൾ. പിന്നെയോ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്, ബ്ലഡ് ഹാർട്ടിൽ നിന്ന് എടുക്കുന്ന കുഴലുകൾ ഏതൊക്കെയാ? അത് പൾമണറി വെയിനും പിന്നെ അയോർട്ടിക് അല്ലേ? പിന്നെ വാൽവ് നമ്മൾ പറഞ്ഞു. ഒന്നും ഇനിയും പറയേണ്ടല്ലോ മാഷ്? ഒന്നും കൂടി വേണ്ട. ഇനി അതിലൊരു ചെറിയ ചിത്രം കാട്ടിയിട്ടുണ്ട്, കണ്ട? ആ ചെറിയ ചിത്രം നോക്കിയേ. ആർട്ടറി വന്ന് ചേർന്നിട്ട് അല്ലേ ഒരു വല പോലെയാവാണ്, ചലന്തി വല പോലെ, കണ്ട? വലയിട്ട് വീണ്ടും അത് കൂടിച്ചേരുമ്പോ അത് വെയിനായി, കണ്ട? ആർട്ടറി ആർട്ടറി കാപ്പിലറി ആവും, കാപ്പിലറി വീണ്ടും എന്താവും? വെയിനാവും. അപ്പൊ ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് അലോങ് വിത്ത് ദ heart, the blood vessel also a role in circulating blood to different parts of body. ഹാർട്ട് മാത്രല്ല,
ഹാർട്ടിന്റെ കൂടെ ഈ കുഴലുകളും ബ്ലഡിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നു. ലാർജ് ആർട്ടറീസ് arising from the heart split into small arteries. വലിയ കുഴലുകൾ ചെറിയ കുഴലുകളായിട്ട് മാറും. and these are turned split into capillaries. ആ ചെറിയ കുഴലുകൾ വീണ്ടും ചെറിയ കുഴലുകളാവും. അപ്പൊ അതിന്റെ പേരെന്താ? അതിന്റെ പേര് അപ്പോ കാപ്പിലറീസ് എന്നാണ്. അഥവാ എന്നാ കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ എന്താ പറയാ കാപ്പിലറീസിനെ? ആരോടാ ചോദിക്കണത്? നമ്മുടെ വൈശാഖ രവീന്ദ്രൻ എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? അപ്പൊ പറയടാ നീ. ലോമിക. അതന്നെ ഞാൻ പറയാം. ഞാൻ തന്നെ ഒക്കെ പറയണല്ലേ. നോക്ക്, ലാർജ് ആർട്ടറീസ് അറൈസിംഗ് ഫ്രം ദ ഹാർട്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു. ഫർദർ ദീസ് കാപ്പിലറീസ് യുണൈറ്റ് ടു ഫോം സ്മോൾ വെയിൻ. ഇത് വീണ്ടും ചെറിയ വെയിൻ ആകുന്നു. ആൻഡ് ദീ സ്മോൾ വെയിൻ യുണൈറ്റ് ടു ഫോം ലാർജർ വെയിൻസ്. അത് വീണ്ടും വലിയ വെയിൻ ആകുന്നു. അങ്ങനെ ഫൈനലി അപ്പോ വലിയ വെയിൻ ആവുമ്പോൾ അങ്ങനെ ഫൈനലി റീച്ച് ദ ഹാർട്ട്. അങ്ങനെ ഹാർട്ടിൽ എത്തുമ്പോൾ ആ വലിയ വെയിനെ വിളിക്കുന്ന പേരെന്താകുന്നു? വെനക്കാവ. എന്താ അതിന്റെ പേര്? വെനക്കാവ. ഓക്കെ. ഇനി വെനക്കാവ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മലയാളിയെ വൈശാഖ രവീന്ദ്രൻ പറയൂ. വെനക്കാവ എന്തുട്ടാ? പറയങ്ങട് വേഗം പറയും. നേരം പോണു. എന്തുട്ടാ? ധമനി മഹാസിര, അതോ മഹാസിര, ഊർധ്വ മഹാസിര. ഞാൻ തന്നെ പറയാം. നോക്ക്, ഇനി വെയിനും ആർട്ടറിയും കാപ്പിലറി ഒന്ന് താരതമ്യം ചെയ്തിട്ടുണ്ട്. നോക്ക്, നമുക്കത് ആദ്യം നമ്മൾ വെയിനും ആർട്ടറിയും ഒന്ന് താരതമ്യം ചെയ്യാട്ടോ. വെയിനും ആർട്ടറിയും മാത്രം. കാപ്പിലറി നമുക്ക് താരതമ്യം ചെയ്യണ്ട. കാപ്പിലറി രണ്ടിന്റെ ഇടയിൽ വരണതല്ലേ. വെയിൻ എന്താ ചെയ്യണത്? ക്യാരീസ് ബ്ലഡ് ടു ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് വരുന്നതാണ് വെയിൻ. ആർട്ടറിയോ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് ആർട്ടറി. ശരിയല്ലേ? നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ശരിയാണോ? ശരിയല്ലേ? പറയങ്ങട്. ഇനി വെയിനിന്റെ ബോൾ എങ്ങനെയാ? തിൻ ബോൾ. വളരെ കനം കുറഞ്ഞ ബോളാണ്. ഏതിന്റെ? വെയിനിന്റെ. എന്നാൽ ആർട്ടറിയുടെയോ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് ബോൾ. തിക്കാണ്, ഇലാസ്റ്റിക് ആണ്. നല്ല കട്ടിയുള്ളതാണ്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പൾസ് ഒക്കെ നോക്കുമ്പോഴേ നിങ്ങളിങ്ങനെ കയ്യിന്റെ തണ്ടയം ഇങ്ങനെ തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ പൾസ് നോക്കാറുണ്ടാ? പൾസ് നോക്കുമ്പോ ഇങ്ങനെ ഓളം വെട്ടി പോണത് പോലെ തോന്നുന്നില്ലേ? അതെന്താ കാരണം? അത് ഇലാസ്റ്റിക് ആണ്. ഈ ബ്ലഡ് ഇങ്ങനെ ചീറ്റുമ്പോ ഇതിങ്ങനെ വീർത്തിട്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യും? പഴയ പോലെയും റബ്ബർ ബാൻഡ് പോലെ. അതാണ് അതിന് കാരണം. പിന്നെ അടുത്തത് വെയിനില് നോക്കട്ടാ. വെയിനിൽ എന്താ പ്രത്യേകത? വാൽവ്സ് ആർ സീൻ ഇൻസൈഡ്. വെയിനില് എല്ലായിടത്തും എന്തുണ്ട്? വാൽവ് ഉണ്ട്. പോയ ബ്ലഡ് എന്ത് ചെയ്യാൻ പാടില്ല? തിരിച്ചു വരാൻ പാടില്ല. എന്നാൽ ആർട്ടറിയിൽ എന്തില്ല? വാൽവില്ല. ആർട്ടറിയിൽ എന്തില്ല? വാൽവില്ല. കേട്ടാ? സിരയിൽ എന്തുണ്ട്? വാൽവുകളുണ്ട്. ആർട്ടറിയിൽ എന്തില്ല? വാൽവില്ല. നമ്മൾ നേരത്തെ പറയുമ്പോ തെറ്റി പറഞ്ഞു. അത് സിരയില് നമ്മള് ധമനിയിലാണ്. ധമനിയിൽ ഒറ്റ വാൽവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വാൽവില്ല കേട്ടാ. ധമനിയിൽ ഒറ്റ വാൽവ് പുറപ്പെടുന്ന സമയത്ത് മാത്രമുള്ളൂ. മഹാധമനിയിൽ മാത്രം. അത് കഴിഞ്ഞ പിന്നെ വാൽവില്ല. പിന്നെ എവിടെയാ വാൽവുള്ളത്? അതേസമയം സിരയില് കാപ്പിലറി കഴിഞ്ഞ് സിരയിലൂടെ ഒഴുകില്ലേ? കാപ്പിലറി കഴിഞ്ഞ പിന്നെ സിരയാണ്. നമ്മൾ ഈ കാറിൽ ഇങ്ങനെ പോകുമ്പോഴേ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ കുറെ ജംഗ്ഷനൊക്കെ ഓരോ റോഡുകൾ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ കുറെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ പേര് മാറില്ലേ? അതുപോലെയാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ അങ്ങോട്ട് കയറി, എന്നിട്ട് ഒരു ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞാൽ പറയും അത് എംഒ റോഡ്. വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പറയും അത് എന്താണ്? പോസ്റ്റ് ഓഫീസ് റോഡ്, MG റോഡ് എന്നൊക്കെ പറയും. അതേപോലെയാണത്. വഴിയൊക്കെ ഒന്ന് തന്നെ കേട്ടോ. ഈ കുഴലിങ്ങനെ പോകുമ്പോ ആദ്യം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുമ്പോ ധമനി അഥവാ ആർട്ടറി എന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് അത് പിരിഞ്ഞ് ചെറിയ വഴിയാകുമ്പോൾ നമ്മൾ അതിനെ പറയും എന്ന് പറയും കാപ്പിലറി എന്ന് പറയും. പിന്നെ കാപ്പിലറി കൂടിച്ചേർന്നിട്ട് ഇത്തിരി കൂടി വലുതാവുമ്പോൾ അതിനെ പറയും വെയിൻ എന്ന് പറയും. അത്രയുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? ഇനി ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ്. ഇനി വെയിനിൽ എങ്ങനെയാ ബ്ലഡ് ഒഴുകുക? ലോ സ്പീഡ് വളരെ കുറഞ്ഞിട്ടാ പോവാ. പിന്നെയോ ലോ പ്രഷറും വളരെ കുറവാ. ആർട്ടറിയിലോ
ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ. ഇനി കാപ്പിലറീസിനെ കുറിച്ച്, തിൻ വെസൽസ് ദാറ്റ് കണക്ട് വെയിൻസ് ആൻഡ് ആർട്ടറീസ് ടുഗദർ. കാപ്പിലറീസിൽ ചെറിയ വെസൽസ് ആണ്, അത് വെയിനെയും ആർട്ടറീസിനെയും കണക്ട് ചെയ്യുന്ന ചെറിയ വെസൽസിനെയാണ് കാപ്പിലറി എന്ന് പറയുന്നത്. ന്യൂ വോൾ ഈസ് ഫോംഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽ. ഇനി കാപ്പിലറീസിന്റെ വോൾ എങ്ങനെയുള്ള വോളാ? സിംഗിൾ ലെയർ ഓഫ് സെൽ, ഒറ്റവരിക്കോശം എന്നാ പറയാ. നമ്മള് എന്താ വിളിക്കുക? ഒറ്റവരിക്കോശം. ആ മലയാളി ഒന്നും മിണ്ടണില്ല കേട്ടോ, ഒറ്റവരിക്കോശം. ഇംഗ്ലീഷുകാരെ തന്നെയാണ് ഇപ്പൊ മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലയാളം പറയണ്ട കേട്ടാ, നിങ്ങൾ എന്താ പറയാ? സിംഗിൾ ലെയർ ഓഫ് സെൽ. സിംഗിൾ ലെയർ ഓഫ് സെല്ലിനെ മലയാളി മിണ്ടണില്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഞാൻ കട്ട് ചെയ്യൂട്ടാ ക്ലാസ്സിന്ന്. ഒറ്റവരിക്കോശം. നോക്ക്, മിണ്ടണില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുണ്ടാ. നോക്ക്, സിംഗിൾ എന്ത് ഈ ഒറ്റവരിക്കോശം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിമുട്ട പൊഴുങ്ങിയിട്ടേ അതിന്റെ തൊണ്ട് ഇങ്ങനെ പൊളിക്കുമ്പോ ഒരു പാട പോലത്തെ ഒരു സാധനം കാണാറുണ്ടാ? അതൊന്നും ശ്രദ്ധിക്കാൻ നേരില്ല. അല്ലേ? നമ്മുടെ ശ്രദ്ധ മുഴുവനും അതിലല്ല, അതിന്റെ അപ്പുറത്തുള്ള ആ സാധനത്തെ ഒറ്റവരിക്കോശാണ്. അത് അതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നോക്കുക, അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് മൈന്യൂട്ട് പൂൾസ്. അതിന്റെ ഉള്ളിൽ എന്താ അതിന്റെ പ്രത്യേകത? മൈന്യൂട്ട്, അതിസൂക്ഷ്മമായ സുഷിരങ്ങളുണ്ട് അതില്. വളരെ കനം കുറഞ്ഞ, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്ര ചെറിയ ഓട്ടകൾ. ഈ ഓട്ടകൾ ഉണ്ടെങ്കിലാണ്, നേരത്തെ പറഞ്ഞില്ലേ, ബ്ലഡിലൂടെ ഒഴുകുന്ന ബ്ലഡിന്റെ ഒപ്പമായിട്ടുള്ള എന്താ ന്യൂട്രിയൻസ്, ഓക്സിജൻ, ഇതൊക്കെ ബ്ലഡിൽ നിന്ന് സെല്ലുകളിലേക്ക് പോകണമെങ്കിൽ ചെറിയൊരു ഓട്ട വേണ്ടേ? ഇനിയോ വാൽവ്സ് ആർ ആബ്സെന്റ്. അതിലെന്തില്ല? വാൽവ്സ് ഇല്ല, വാൽവുകളില്ല. പിന്നെയോ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ്. ബ്ലഡ് എങ്ങനെയാ കൊടുക്കുന്നത്? ലോ സ്പീഡ്, വളരെ വേഗം കുറഞ്ഞിട്ടാണ്, ലോ പ്രഷർ. ഓക്കെ, അപ്പൊ ഇത് അസലായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ കേട്ടാ, പോയിക്കോളൂ നിങ്ങൾ കേട്ടാ.